ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിപ്പിച്ചതിൻ്റെ തുടർ സീരീസാണ് ഈ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത്. LGS പരീക്ഷയ്ക്ക് PSCയുടെ LGS പരീക്ഷയ്ക്ക് വേണ്ട പോർഷൻസ് ആണ് ഇത്. 2 നവംബറിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വിശകലനം ചെയ്യുന്നതാണ് ഈ ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ച് നല്ലതായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുൻപും ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഇനിയും ഞാൻ കുറേ ഇടുന്നതായിരിക്കും. PSCയുടെ അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാംസ്, സെക്രട്ടറി അസിസ്റ്റന്റും ബാക്കി എല്ലാ ക്ലർക്കൽ പോസ്റ്റിനും, 10th ലെവൽ എക്സാമിനും എല്ലാമുള്ള, ഡിഗ്രി ലെവൽ എക്സാമിനും എല്ലാമുള്ള പോർഷൻസ് ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് LGSന് വേണ്ടിയുള്ളതാണ്. നല്ലതായി കണ്ട് പഠിക്കുക. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 40 ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ സീരീസുകളിൽ ആയിട്ട് ഇട്ടിരുന്നു. ഇനി ഞാൻ അടുത്ത് 41 മുതലുള്ള ക്വസ്റ്റ്യനാണ് ഇന്ന് ആൻസർ ചെയ്യുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിബന്ധനമാല എന്ന കൃതി രചിച്ചതാര്? നിബന്ധനമാല എന്ന കൃതി രചിച്ചതാര്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കബീർ, സൂർദാസ്, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, ഹയാത്ത് ഇ സാദി. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. നിബന്ധനമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അടുത്ത് 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ സി ബാലകൃഷ്ണൻ, ഓപ്ഷൻ ബി TC യോഹന്നാൻ, ഓപ്ഷൻ സി KC എൽസമ്മ, ഓപ്ഷൻ ഡി ജിമ്മി ജോർജ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സി ബാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം. ഇതിലും 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, ഓപ്ഷൻ ബി ഇന്ത്യൻ ഡാറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം, ഓപ്ഷൻ സി ഇൻ സ്പേസ്, ഓപ്ഷൻ ഡി സ്പേസ് കിഡ്സ് ഇന്ത്യ. ഇതിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 44. 2023 IPL ചരിത്രത്തിലെ ആദ്യത്തെ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? 2023 IPL ചരിത്രത്തിലെ ആദ്യത്തെ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സാം കരൺ, ഓപ്ഷൻ ബി ശുഭ്മാൻ ഗിൽ, ഓപ്ഷൻ സി തുഷാർ ദേശ്പാണ്ഡെ, ഓപ്ഷൻ ഡി മുഹമ്മദ് ഷമി. ഇതിൽ ഓപ്ഷൻ സി തുഷാർ ദേശ്പാണ്ഡെ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? ജ്ഞാനപ്പാന പുരസ്കാരം 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ K ജയകുമാർ, ഓപ്ഷൻ ബി B മധുസൂദനൻ നായർ, ഓപ്ഷൻ സി KB ശ്രീദേവി, ഓപ്ഷൻ ഡി ശ്രീ രവിശങ്കർ. ഇതിൽ ഓപ്ഷൻ ബി B മധുസൂദനൻ നായർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2ാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ലോർഡ് കഴ്സൺ, ഓപ്ഷൻ ബി ലോർഡ് ബെവൽ, ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ, ഓപ്ഷൻ ഡി ലോർഡ് ഡഫറിൻ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ലോർഡ് കഴ്സൺ പ്രഭു, ലോർഡ് കഴ്സൺ. അടുത്ത 47ാമത്തെ ക്വസ്റ്റ്യൻ. മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി കാറൽ മാർക്സ്, ഓപ്ഷൻ സി ദാദാഭായ് നവറോജി, ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, EMS നമ്പൂതിരിപ്പാട്. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നുള്ളതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഓപ്ഷൻ ബി 1ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉദ്ദേശിച്ചുള്ളതായിരുന്നു.
ഓപ്ഷൻ സി അമേരിക്കൻ മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ. ഓപ്ഷൻ ഡി ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇതിലെ ഓപ്ഷൻ സി അമേരിക്കൻ മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിലാണ് ഇന്ത്യക്ക് 126ാമത്തെ സ്ഥാനമേ ഉള്ളൂ. അതിൽ എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയതെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 153, ഓപ്ഷൻ ബി 143, ഓപ്ഷൻ സി 163, ഓപ്ഷൻ ഡി 151. ഇതിൽ ഓപ്ഷൻ ബി 143 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 143. അപ്പോൾ 143 രാജ്യങ്ങളെ പഠന വിധേയമാക്കിയതിൽ 126ാമത്തെ റാങ്കേ നമ്മൾക്കുള്ളൂ. അപ്പോൾ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ നമ്മൾക്ക് അടുത്ത പ്രാവശ്യം എടുക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സന്തോഷ സൂചികയിൽ ഇതിനേക്കാളും ഉയർന്ന സ്ഥാനം നേടാൻ സാധിക്കും. അടുത്ത് 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഇതിൽ ഓപ്ഷൻ എ ഉത്തരാഖണ്ഡാണ് കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ടത്, ഉത്തരാഖണ്ഡ്. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? എല്ലാ PSC പരീക്ഷയ്ക്കും നദികളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓപ്ഷൻ 1, ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 1 പമ്പ കിഴക്കോട്ട്, ഓപ്ഷൻ 2 പാമ്പാർ പടിഞ്ഞാറോട്ട്, ഓപ്ഷൻ സി കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, ഓപ്ഷൻ 4 പെരിയാർ കിഴക്കോട്ട്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഇതിൽ ഓപ്ഷൻ സി 3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. 4 പോയിന്റ് ഉണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം, സമതല പ്രദേശം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 1, 2, 3 ശരി, ഓപ്ഷൻ 2, 3, 4 ശരി, ഓപ്ഷൻസ് 1, 3, 4 ശരി. എല്ലാ ഓപ്ഷനും ശരിയാണ്. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരി. അപ്പോൾ മലനാട്, ഇടനാട്, തീരപ്രദേശം ഇത് 3 സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് മലനാട്, ഇടനാട്, തീരപ്രദേശം ആണ്. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ. തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? തിരുവല്ല പപ്പൻ തോമസ് വർഗീസ് ആണ്. അയാളുടെ ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ലോങ് ജംപ്, ഓപ്ഷൻ ബി 400 മീറ്റർ ഹാർഡിൽസ്, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി ഹോക്കി. ഇതിൽ ഓപ്ഷൻ സി ഫുട്ബോൾ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഫുട്ബോൾ. അടുത്ത് 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ഇടവപ്പാതി എന്നറിയപ്പെടുന്നു, തുലാവർഷം എന്നും അറിയപ്പെടുന്നു. ഇവയെല്ലാം ശരി. ഇതിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ചാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്, ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് ഇടവപ്പാതി. അടുത്ത് 55ാമത്തെ ക്വസ്റ്റ്യൻ. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പാലക്കാട്, ഇടുക്കി, എറണാകുളം, മലപ്പുറം. ഇതിൽ ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യൻ.
3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. ഇതിൽ ഡോക്ടർ BR അംബേദ്കർ ആണ് കറക്റ്റ് ആൻസർ. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ഡോക്ടർ BR അംബേദ്കർ. 57ാമത്തെ ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ലോർഡ് മൗണ്ട് ബാറ്റൻ, ലോർഡ് കാനിങ്, ലോർഡ് വേർവൻ, ലോർഡ് ലിൻലിത്ഗോ. ഇതിൽ ഓപ്ഷൻ ഡി ലോർഡ് ലിൻലിത്ഗോയാണ് കറക്റ്റ് ആൻസർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് ലിൻലിത്ഗോ ആയിരുന്നു. അടുത്ത് 58ാമത്തെ ക്വസ്റ്റ്യൻ, PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ഡി രാഷ്ട്രപതി. ഇതിൽ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. ഓപ്ഷൻ ഡി രാഷ്ട്രപതി. അടുത്ത 59ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? അത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ഇതിൽ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. അടുത്ത ഈ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 60ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ഉടനെ സീരീസ് ഉണ്ട്. 60ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 21. ഇതിൽ ഓപ്ഷൻ സി 30 ആണ് കറക്റ്റ് ആൻസർ. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം 30 വയസ്സ്, അതിന് മുൻപ് പറ്റില്ല. അപ്പോൾ ഈ സീരീസിലെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിൻ്റെ തേർഡ് പാർട്ടാണിത്. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. കണ്ട് ഇതിൻ്റെ ബാക്കി കാണുക. ഇതിനു മുൻപേ കുറേ എപ്പിസോഡുകളുണ്ട്, അതെല്ലാം കാണുക. റാങ്ക് ലിസ്റ്റിൽ ഇടുന്നിടുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കാണുക. താങ്ക് യു.